നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ വേഗം ഇങ്ങോട്ട് എടുക്കാൻ നോക്ക്, പെട്ടെന്നാവട്ടെ. എന്റെ കയ്യിൽ കുറച്ച് ഏമ്പൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അതിപ്പോ ദേ എടുത്ത് വിടുകയും ചെയ്തു. ഇതെന്തോ പറ്റി? അയ്യോ, എന്റെ മുഖം എവിടെ പോയി, കാണാൻ പറ്റുന്നില്ല. അയ്യോ, അവന്മാരെ വെറുതെ വിടരുത്, ആക്രമിക്കേ. അയ്യോ, ബണ്ണി ക്യാച്ച്. ഗുഡ് ബൈ. അയ്യോ, എന്ത് വെയിറ്റ് ഈ ബാഗിന്. കുറച്ചേരം ഇതിന്റെ മോളിൽ കയറി ഇരിക്കുക. അയ്യോ, അയ്യോ, ഇതെന്താ? കന്നാ സാർ, ഈ ട്രിപ്പിന് വേണ്ടി അങ്ങ് ഒരുപാട് കാശ് ചെലവാക്കി. താങ്ക് യു. എന്റെ പിള്ളേരെ, ആകാശത്തിലൂടെ തെന്നി നീങ്ങുന്ന മേഘങ്ങളുടെ നിറം വെള്ളയാണ്. ഈ ട്രിപ്പിന്റെ ടിക്കറ്റ് ബാങ്കാ തന്നത്. ഞാൻ ചിലവാക്കിയ കാശ് വളരെ കുറവാണ്. അടികൈ. അഥവാ നമ്മൾ ആഷിപ്പില വന്നിരുന്നെങ്കിൽ ഖന്ന സാർ ഇപ്പൊ ചെലവാക്കിയ പൈസ കൂടി ലാഭിക്കായിരുന്നു. അതേതാണ് ആഷിപ്പ്? അതാണ് ഫ്രണ്ട്ഷിപ്പ്. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതാ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വളരെയധികം ആനന്ദം കിട്ടും. കുറച്ചൊക്കെ ഒന്ന് ചിരിച്ചൂടെ? ശ്രദ്ധിക്കൂ ജെന്റിൽമാൻ, ക്യാപ്റ്റൻ തവിടുപൊടിയാണ്. ക്യാപ്റ്റൻ തവിടുപൊടിയായോ? അപ്പൊ ഈ ഷിപ്പ് ആരാ ഓടിക്കുന്നത്? എടോ ക്യാപ്റ്റൻ ഞാൻ തന്നെയാ. എന്റെ പേരാണ് ക്യാപ്റ്റൻ തവിടുപൊടി. ഇതിന് മുൻപ് ഈ ഷിപ്പ് ഓടിച്ചിരുന്നത് എന്റെ അച്ഛനാണ്. ക്യാപ്റ്റൻ കടലിൽ ചാടി. അത് ശരി, പേരായിരുന്നോ ക്യാപ്റ്റൻ കടലിൽ ചാടി? കൊള്ളാം. അയ്യോ, അത് പേരല്ല. ക്യാപ്റ്റൻ ആരോ രക്ഷിക്കാൻ കടലിൽ ചാടി മരിച്ചുപോയി. അന്ന് മുതൽ ഈ ഷിപ്പ് ഞാൻ തന്നെയാണ് ഓടിക്കുന്നത്. ഓ നോ, മിക്കവാറും ക്രാഷ് ആവാൻ സാധ്യതയുണ്ട്. ഹായ് മാങ്ങ. അടിച്ചു പൊളിച്ചു തിമിർത്തു. എന്റെ അമ്മ വല്ലാത്ത തിരിക്കലായി പോയി. ഇപ്പൊ ചോക്ലേറ്റും പാലും കൂടെ വായിലൊഴിച്ചായിരുന്നെങ്കിൽ ചോക്ലേറ്റ് ഷേക്ക് ആയിട്ട് തിരിച്ചു വന്നേനെ. സംശയമുണ്ടോ? അതെ, എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. നമ്മളിപ്പോ കൊള്ളയടിച്ചിട്ട് കുറെ നാളായില്ലേ? അവസാനമായിട്ട് കൊള്ളയടിച്ചത് ഞാൻ എന്നെ തന്നെയാ. ഈ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് ഞാൻ ഈ പോക്കറ്റിലേക്ക് മാറ്റിയിട്ടു. മനസ്സിലായോ? ഇയാളെയൊക്കെ ആരടാ കൊള്ളക്കാരനാക്കി? ഇതിലും ഭേദം എന്റെ മോന. എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുമ്പോ പിടിക്കപ്പെടും. അപ്പോൾ അവൻ കോൺഫിഡന്റോടെ പറയും, അച്ഛാ, അച്ഛന്റെ കീശയിൽ നിന്ന് ഞാൻ പൈസ അടിച്ചു മാറ്റിയിട്ടില്ലെന്ന്. ചർച്ച മതി, വാ നമുക്ക് കപ്പൽ കൊള്ളയടിക്കാം. ബണ്ണി, ദാ വരുന്നു വല്യളിയാ. ആഞ്ഞു വലിക്ക് സോർദാറെ, ആഞ്ഞു വലിക്ക്. എടാ, അവന്മാരെ വേഗം ആക്രമിക്കേ. കൊച്ചളിയാ, ഇനി മേലെ ഞാൻ നിന്നോട് മിണ്ടില്ല. അതെന്താ? ഇവിടത്തെ റേറ്റ് ഒക്കെ ഖന്ന സാർ പേ ചെയ്തല്ലേ, പിന്നെ ഞാൻ എന്തിനാ വീണ്ടും പേ ചെയ്യുന്നേ? നീയല്ലേ ഇപ്പൊ പറഞ്ഞേ പേ റേറ്റ് എന്ന്. ഹണി, ഇത് പൈററ്റ്സ് ആണ്, കടൽ കൊള്ളക്കാര്. അയ്യോ, കൊള്ളക്കാർ. അയ്യോ, കൊള്ളക്കാർ വന്നേ, ഓടി
ഇന്ന് സ്വർണം കൊണ്ട് തുലാഭാരം നടത്തും ഞാൻ. ഈ ചെയിനും മോതിരവും ഒക്കെ പാമ്പുകൾ ഇട്ടുകൊണ്ട് നടന്നാൽ ഒരു ഭംഗി കാണില്ലെന്നേ. എല്ലാരും ഓടിക്കോ. വടി അല്ല നീ എന്തിനാ എന്റെ അടുത്തോട്ട് വന്നേ? എടോ തന്റെ കയ്യിലൊരു വടിയില്ലേ? എന്നാ പിന്നെ ഒരു കാളയും ഇരിക്കട്ടെ. എന്നാ ഇനിയും കൂടുതലൊന്നും ചിന്തിക്കണ്ട. ബാ നമുക്ക് അവരെ കൊള്ളയടിക്കാം. കേരളത്തിൽ ഇനിയും ലോക്ക്ഡൌൺ നീട്ടിയേക്കാം. അയ്യോ ഓടി ക്ഷീണിച്ചു, ഇനി അല്പനേരം നമുക്ക് വിശ്രമിക്കാം. എന്റെ ചങ്ങാതി, കടൽ കാറ്റിയേറ്റ് കപ്പലതാ അങ്ങ് പാഞ്ഞു പോയി. കൊള്ളക്കാരെന്നെയും കൊള്ളയടിച്ചു. ഞാനും ഇതേ ഇപ്പൊ പാപ്പരായി. നോക്ക്, നിന്റെ കയ്യിലുള്ളതെല്ലാം വേഗം ഇങ്ങി തന്നേക്ക്. ഓ, അത് പിന്നെ ജെൻസിന്റെ ടിക്കറ്റ് മൊത്തം തീർന്നത് കൊണ്ട് ലേഡീസ് കോട്ടിൽ കയറി വന്നതാണ് ചേട്ടാ. ഇതിപ്പോ മായാമോഹിനിയാണെന്ന് വിചാരിച്ചത്. ഇത്ര പെട്ടെന്ന് മനോഹരനാകുമെന്ന് കരുതിയില്ല. ഈ ലോക്കറിൽ വളരെ അമൂല്യമായ സാധനമുണ്ട്. ആ കൊള്ളക്കാർ ഇത് കൊള്ളയടിക്കുമെന്ന് എനിക്ക് വലിയ പേടിയുണ്ട്. അതെ ക്യാപ്റ്റൻ തവിടുപൊടി, താങ്കൾക്ക് എന്തിനാ ഇത്ര പേടി? നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. താങ്കളുടെ കയ്യിൽ ലോക്കർ ഉണ്ടല്ലോ. താങ്കൾ ഒളിച്ചിരിക്കുന്ന കൺട്രോൾ റൂമിലാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഒരു കുഞ്ഞു പോലും അറിയില്ല. നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ വേഗം കൊണ്ട് എടുക്കാൻ നോക്ക്. പെട്ടെന്നാവട്ടെ. എന്റെ കയ്യിൽ കുറച്ച് ഏമ്പൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതിപ്പോ ദേ എടുത്ത് വിടുകയും ചെയ്തു. ഇതെന്തോ പറ്റി? അയ്യോ, എന്റെ മുഖം എവിടെ പോയി? കാണാൻ പറ്റുന്നില്ല. അയ്യോ, അവന്മാരെ വെറുതെ വിടരുത്. ആക്രമിക്കേ. അയ്യോ, ബണ്ണി ക്യാച്ച്. ജോർദാറേ, ആരാ എന്നെ എറിഞ്ഞത്? ഇപ്പൊ ആരാ? എന്നാ പിന്നെ ഇത് കഴിക്കാം. എന്തായാലും വയറ് നിറഞ്ഞല്ലോ. എന്റെ ഇപ്പോഴത്തെ വിശപ്പ് വെച്ച് നോക്കുമ്പോ കടലാസിൽ കേക്കെന്ന് എഴുതിയാലും അത് ഞാൻ തിന്നും. എന്നെ അങ്ങനെ പിടിക്കാൻ പറ്റില്ല. അയ്യോ സോറി ആശാനെ. എന്റെ ടാറ്റു. ഇന്നാ പിടിച്ച ടാറ്റു ഞാൻ തന്നെ ഒട്ടിച്ചു തരാം. ഈ ലോക്കറിൽ എന്താന്ന് നോക്കട്ടെ. ഓടുന്ന വഴിക്ക് തന്നെ ലോക്കർ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയായിരുന്നു. അപ്പൊ ശരിക്കുള്ള ലോക്കർ എവിടെയാ ഇരിക്കുന്നേ? എന്റെ പിള്ളേരെ, കോഴിയോട് ഞാൻ പറഞ്ഞു എനിക്ക് തരണം മുട്ട. എന്നിട്ട് കോഴി എന്നോട് പറഞ്ഞു കൊക്കരക്കോ, ഞാൻ പൂവൻ കോഴിയുടെ പൊട്ട. അയ്യോ, ഇതാ പിന്നെ തുടങ്ങി എന്റെ നെട്ടോട്ടം. ഇനി ഓടി രക്ഷപ്പെട്ട് നീ എങ്ങോട്ട് പോകും? ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എന്റെ അമ്മേ, ആ ലോക്കർ ഞങ്ങളുടെ കയ്യിലേക്ക് താ. വളരെ നന്ദിയുണ്ട് കൂട്ടുകാരെ. എടാ പണി ഇതാ പിടിച്ചോ. മര്യാദയ്ക്ക് ലോക്കർ ഇങ്ങി തന്നേക്ക്. ഇതാണ് വേണ്ടത്. ദാ പിടിച്ചോ. ദാ പിടിച്ചോ. ദാ പിടിച്ചോന്നേ. വേഗം പിടിച്ചോ. നോക്ക്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാർക്ക് നിന്നെ രക്ഷിക്കാനാവില്ല.
അടിച്ചു പൊളിച്ചു തിമിർത്തു. സംശയമുണ്ടോ? വാ ഇനി വന്നോന്നേ പേടിത്തൊണ്ടന്മാരെ കടൽ കൊള്ളക്കാരെ ഇടിച്ചിടിച്ച് നിന്നേക്കെ ഉണ്ടല്ലോ സ്രാവിന് ഇട്ട് കൊടുക്കും ഞാൻ. അത് പിന്നെ ഇല്ലില്ല സ്രാവിന് വേറെന്തെങ്കിലും കൊടുക്ക പറഞ്ഞപ്പോ നാക്കൊന്ന് വിളിക്കിയതാ സോറി. അങ്ങനെ അവസാനത്തെ പൈറേറ്റ്സും കുടുങ്ങി. ജെന്റിൽമാൻ, നിങ്ങൾ കാരണം ഷിപ്പ് കൊള്ളയടിക്കാനുള്ള കൊള്ളക്കാരുടെ പദ്ധതി പൊളിഞ്ഞു. ഇന്ന് മുതൽ ഈ ഷിപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ട്രാവലിംഗ് ആയിരിക്കും. അതെ ചങ്ങാതി, ഈ സന്തോഷം നമുക്ക് ഒരുമിച്ച് തന്നെ ആഘോഷിക്കാം. ഹണിക്കും പഠിക്കും സോർദാറിനും പോപ്പറ്റിനും വേണ്ടി കൈയടിക്കാം. അടിക്കരി അടിക്കുന്നേ.